ഹലോ ഗൈസ്, ശ്രീകണ്ഠൻ നായരുടെ ഷോ നടന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇരുന്നതായിരുന്നു. ഇറ്റ് ഈസ് വെരി ഗുഡ് തിങ് ഞാൻ പോകാതിരുന്നത്. ബിക്കോസ് നമ്മൾ എന്താണെന്നറിയാമോ, സ്റ്റുപ്പിഡ് പീപ്പിൾസിനോട് സംവദിച്ചിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല എന്നുള്ളതൊരു തിരിച്ചറിവാണ്. ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് പലരും ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവരെയൊക്കെ തിരുത്താൻ എനിക്ക് വയ്യ. ഇന്നോട്ട് നല്ല പച്ചത്തേറി പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിച്ച കുറേ റോക്കറ്റുകളോട് നമ്മൾ മറുപടിയും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞത് ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവരെ എക്സ്പ്ലനേഷനിൽ കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തുക. അപ്പോൾ അഡമന്റ് ആയിട്ട് അവർ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നവരെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ പോകാതിരിക്കുക. കാരണം അവർ ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്, നമ്മൾ തെറ്റുകാരാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ അവരെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും തിരുത്തിയല്ലേ അവർക്ക് മനസ്സിലാകത്തില്ല. സോ കാം ക്വയറ്റ് ആണ് ആ ഒരു പോർഷൻ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ടാർഗറ്റഡ് ആണ്. മുൻപ് ഞാൻ ഇതുപോലൊരു വിഷയത്തെ ഇടപെട്ടിരുന്നു. ബഷീർ ബഷീയുടെ ഭാര്യമാർ രണ്ടെണ്ണം കൂടെ ഇരുന്നുകൊണ്ട്, ഒന്ന് വെപ്പാട്ടിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ, ഒന്ന് ഭാര്യ. അപ്പോൾ അവർ രണ്ടുപേരുടെ ഇരുന്ന് ഒരു പാട്ട് പാടി, ലോക കംസേ ചംചേന്ന് എന്ന് വെച്ചാൽ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം നമ്മളടുത്ത് ഭയങ്കര കുസുമ്പും അസൂയയും ഉള്ളവരാണ് എന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് തിരിച്ച് ഞാൻ എടുത്തു വെച്ചൊരു റിയാക്ഷൻ കൊടുത്തു. പിന്നെ നിന്നെയൊക്കെ കണ്ട കുശുമ്പും അസൂയയല്ല വരുന്നത്, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത രണ്ട് കോവർ കഴുതകളെന്ന് പറഞ്ഞു. ചൊപ്പാ ഷബീന ബീബി കോവർ കവരുതെന്ന് പറഞ്ഞു. ഷബീന ബീബിയെ കൊല്ലണം, ഷബീന ബീബിയെ പാകിസ്ഥാനിൽ പറഞ്ഞു വിടണം. ഷിജ പറഞ്ഞതാണ്, പാകിസ്ഥാനിലോട്ട് കരുതാണ്. തെറി താത്തയാണ് ഇവർ, തീർച്ചയാണ് പറയുന്നതെല്ലാം പച്ച തെറിയേ പറ്റുള്ളൂ. എന്നിട്ട് പറയണത് ഞാനാണ് തെറി വിളിക്കണത്. എനിവേ, അന്ന് ഇതുപോലത്തെ ഒരു സൈബർ ബുള്ളിങ് ഞാൻ നേരിട്ടതാണ്. ഐ വാസ് സോ ഹാപ്പി ഇൻ ദാറ്റ് ടൈം. ബിക്കോസ് എനിക്ക് അത്യാവശ്യത്തിന് റീച്ചൊക്കെ കിട്ടി. അതിൽ കൂടെ നിങ്ങൾ ബുള്ളി ചെയ്താൽ എനിക്ക് റീച്ച് കിട്ടും, അത്ര തന്നെ. ഇതിനകത്ത് അന്ന് പലരും പറഞ്ഞൊരു കാര്യം, അവര് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ പറഞ്ഞ രീതി തെറ്റിപ്പോയിരുന്നു. എന്ത് രീതി തെറ്റി? അല്ലയോ ബസീറണ്ണ, ഇങ്ങനെയൊന്നും കാട്ടാൻ പാടുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്കറിയത്തില്ല. നിനക്ക് തലയ്ക്ക് സുഖമില്ലടാ, രണ്ട് പെണ്ണുങ്ങളെ ചതിക്കാൻ നിനക്ക് തലയ്ക്ക് സുഖമില്ലടാ എന്ന് ചോദിക്കാൻ എനിക്കറിയാളൂ. അത് എൻ്റെ മോഡലാണ്, അത് ഞാൻ അങ്ങനെയാണ്. ഈ വിഷയത്തിൽ, ഏത് ഈ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു എന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രീകണ്ഠൻ നായർ വിളിച്ചതിൻ്റെ ഒരു റീസൺ പുള്ളിയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി കൂടെ മനസ്സിലാകുന്നതാണെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോഡേൺ ഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡേൺ ഡ്രസ്സ്, അതായത് മലയാള തനിമയുള്ള പാവാട ധാവണി, പാവാട ബ്ലൗസ്, ഇതൊക്കെ വിട്ടിട്ട് കാൽസറേ, കൈ കാണിക്കുന്ന, കക്ഷം കാണിക്കുന്ന, പൊക്കിൾ കാണിക്കുന്ന, ഇതൊന്നും ഞാൻ നോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മോഡേൺ വസ്ത്രങ്ങളൊന്നും കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്തിനാണ് ആ നരേഷൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഭരതയെ ഞാൻ അനുകൂലിച്ചിട്ടില്ല. മീ മൈസെൽഫ് തട്ട ഇട്ടുകൊണ്ട് വന്നിരുന്ന് ഒന്നും കാണിക്കാറുമില്ല. ഞാൻ മുന്നോട്ട് വെച്ചത് വളരെ വ്യക്തമായി, ചെവി തുറന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു മെറ്റീരിയൽ അല്ല. എനിക്ക് സെക്ഷൽ നീഡ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അത് എൻ്റെ പ്രൈവസിയാണ്, എൻ്റെ പ്രൈവറ്റ് സംഗതി, എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണത്. ഞാനത് മറ്റൊരാളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ച് വാവാ അവാവാ അവാവാ എന്ന് വിളിക്കില്ല. എനിക്ക് താല്പര്യമില്ല. എന്നെ അങ്ങനെ ഒരാൾ നോക്കി എവളെ കൊണ്ടുപോയെന്ന് പ്രോഗ്രാം ചെയ്താൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്നതിനോട് എനിക്ക് വെറുപ്പാണ്. ഞാൻ ആ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ മൈൻഡ് വോയിസ് ഞാൻ കേൾക്കുകയാണെങ്കിൽ ഒറ്റ അടി വെച്ചു കൊടുക്കും. എനിക്കങ്ങനെ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഇഷ്ടമില്ല. അല്ലെങ്കിൽ ഞാൻ അതിനുള്ളൊരു മെറ്റീരിയലായിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതിന് എൻ്റെ വസ്ത്രധാരണം ഒരു കാരണമാണെങ്കിൽ ആ വസ്ത്രധാരണം ഞാൻ കൺട്രോൾ ചെയ്യും എന്നാ പറഞ്ഞത്. ഉദാഹരണം, ഒരു കോണാനുടുത്തുകൊണ്ട് ശ്രീകണ്ഠൻ നായർ ആ ഷോ നടത്തുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാണ്. എന്തുമായിരിക്കും തള്ള, എന്തൊരു കോമഡി ആയിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എവിടെയും എല്ലായിടത്തും ഒരു ഡ്രസ് കോഡ് ഉണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടെ ആളുകൾക്ക് മനസ്സിലാകാം. ഇതൊക്കെ എൻ്റെ പറഞ്ഞ ഞങ്ങൾക്ക് പിടിയിട്ട് അതുകൊണ്ട് ആദ്യം പറയുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഇവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരാളാണ് ഷക്കീല. ഷക്കീലയും ഇന്ദിരാഗാന്ധിയും, സോറി കമ്പാരിസൺ നടത്തുന്നത് തെറ്റാണ് അറിയാം, എന്നാലും പറയണം, ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് നിർത്തിയാൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ആരാണ്? എന്താ രണ്ട് സ്ത്രീയല്ലേ? എന്തേ ഒരു പബ്ലിക്കിൽ വന്നവരല്ലേ? എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് റെസ്പെക്റ്റ് ഇടുന്നത്? പ്രധാനമന്ത്രിയാണെന്ന് പറയണ്ട, ആസ് എ ലേഡി എന്ന് മാത്രം കൺസേൺ ചെയ്താൽ മതി. ഇവരൊരു നടിയായിട്ടും പരിഗണിക്കേണ്ട, ഒരു ലേഡിയായിട്ട് കൺസേൺ ചെയ്തത് മൈൻഡ് സെറ്റാണ്. രണ്ട് സ്ത്രീകൾ, രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ടു പേർക്കും നമ്മളുടെ ശരീരം മാർക്കറ്റ് ചെയ്യേണ്ട എന്നുള്ള തോന്നൽ ഇന്ദിരാഗാന്ധിക്കും, ശരീരം മാർക്കറ്റ് ചെയ്യണമെന്ന് തോന്നൽ ഇവർക്കും തോന്നിയെടുത്തുള്ള വ്യത്യസ്തതയാണ് ഞാൻ പറഞ്ഞത്. സോ എൻ്റെ ലെവൽ ഓഫ് തോട്ട് മുഴുക്ക ഇന്ദിരാഗാന്ധി ലെവലിലാണ്. ഞാനൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ളത് ഞാൻ അവരിൽ കൂടെയാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ മറ്റേ കാറ്റഗറിയെ ഞാൻ ഒരിക്കലും ഫോളോ ചെയ്യില്ല. എൻ്റെ ശരീരം ഒരു വിൽപ്പന ചരക്കല്ല, ഞാനത് വിൽക്കില്ല, എനിക്ക് താല്പര്യമില്ല. എൻ്റെ ശരീരം, എൻ്റെ കായികപരമായ അധ്വാനം, എനിക്ക് ജോലി ചെയ്യാൻ പറ്റും, കഴിവുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഇവിടെ
നിങ്ങൾ മീൻ മാർക്കറ്റിൽ പോവുക, ഇഷ്ടം പോലെ സ്ത്രീകൾ അവിടെ ജോലി ചെയ്യുന്ന കാണാം. ഈ സൂപ്പർ മാർക്കറ്റിൽ ഗേൾസ് ഉണ്ടാകും. എവിടെ നോക്കിയാലും സ്ത്രീകളുടെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാം. അപ്പോൾ റോഡിലൊക്കെ പിന്നെ ജ്യൂസൊക്കെ വിൽക്കാൻ നിൽക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? ഉച്ചയൂണ് കൊണ്ടുവന്ന് ഞാൻ ഈ ഇടയ്ക്ക് കല്ലമ്പലത്ത് പോകുമ്പോൾ കടുവപ്പള്ളിയുടെ സൈഡിൽ ഒരു ടീച്ചർ ഇരുന്ന് വിൽക്കുന്നു. ഞാൻ ഇപ്പോൾ 80 രൂപയാണ് ചാർജ്, ഞാൻ 100 രൂപ കൊടുത്തിട്ട് വെച്ചോ എന്ന് പറഞ്ഞു. അത് സാധാരണ പറയണ ഒരു 20 രൂപ കൂടുതൽ നമുക്കൊന്നും ആവത്തില്ലല്ലോ, അവർക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ എനിക്ക് ടിപ്പ് വേണ്ട, ഇത് എനിക്ക് നേരം പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ചെയ്ത്താണ് എന്ന് പറഞ്ഞ് അവർ ആ പൈസ തിരിച്ചു തന്നു. ആ ഊണ് സൂപ്പറുമായിരുന്നു. 4 കൂട്ടം കറി ഉണ്ടായിരുന്നു, ഒരു പൊതിച്ചോറാ തന്നു, നല്ല സൂപ്പർ സാധനമായിരുന്നു. അത് അവരുടെ നേരം പോക്കാണ്, ചുമ്മാ ഇരിക്കേണ്ടെന്ന് തോന്നി അവർ ചെയ്യുന്ന ഒരു കാര്യം. അവരുടെ എക്സ്പെൻസ് 80 രൂപയായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് അത് എടുക്കുന്നു. അപ്പം അങ്ങനത്തെ ഉള്ള സ്ത്രീകളെ കാണുമ്പോൾ ഇറങ്ങി ചെന്ന് ഒന്ന് സല്യൂട്ട് ചെയ്യാൻ തോന്നും. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ പോയിന്റ് അതാണ്. ഫാഷൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഉടുതുണി അഴിച്ച് കളയുന്ന സംസ്കാരം ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. അപ്പം ഈ ഷോയിൽ കുറേ പോർഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുറച്ച് ഭാഗം നമുക്കൊന്ന് എടുക്കാം. ഇതവർ തെറ്റായിട്ട് പ്രചരിപ്പിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കുറച്ച് പോർഷൻ മാത്രം എടുക്കുന്നത്. പിന്നെ ബൈ ദ വേ ഇതിനകത്ത് പിന്നെ ഹനാനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഹനാൻ ഇട്ടിട്ട് വന്നിരിക്കുന്ന ഒരു സ്ലീവ്ലെസ് ടോപ്പാണ്. സ്ലീവ്ലെസ് എന്നല്ല പറയുക, ഈ കുറേ ഭാഗമില്ല, നെഞ്ച് മാത്രം ഇങ്ങനെ മുലക്കച്ച പോലെ ഒരു സാധനം ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കുറച്ച് ഫാൻസിയാണ് സംഗതി. അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ പുരുഷാവകാശ കമ്മീഷൻ്റെ ആൾ അത് ടാർഗറ്റ് ചെയ്തൊരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് സാധാരണയുള്ള അജിത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരു അജിത്തിനെയാണ് ഈ ഒരു ഷോയിൽ എനിക്ക് തോന്നിയത്. എന്താണെന്നറിയാമോ? സാധാരണ അജിത്ത് അങ്ങ് തകർക്കും, പക്ഷേ ഐത്തണ്ണൻ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളെ കണ്ണ് മുന്നിൽ വളർന്നു വന്ന കുട്ടിയാണ് ഹനാൻ. അന്ന് ഹനാന് തുണി ഇഷ്ടമായിരുന്നു. ഹനാന് കഷ്ടപ്പാടും ബാധ്യതയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നപ്പോൾ തുണി ഇഷ്ടമായിരുന്നു. ഹനാൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ വന്നപ്പം ഹനാന് തുണി അലർജിയായി എന്നാണ് പുള്ളി പറഞ്ഞത്. സോ അതിനെ ബേസ് ചെയ്ത് പിന്നെ ഹനാന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റാണ് പിന്നെ അവിടെ കണ്ടിട്ടുള്ളത്. യഥാർത്ഥ വസ്തുതയിൽ നിന്ന് മാറുന്നതായിട്ടും തോന്നി. അവിടെ അനോണിമസ് UA ടീമും ഉണ്ടായിരുന്നു 2. അവരാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള സാധനം പറഞ്ഞിട്ടുള്ളത്. അത് മുഴുക്ക ആ 1 hour മുഴുക്ക ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച ആ 2 ആണുങ്ങളാണ്. സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ആയിട്ടല്ലാതെ അവർക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് കൃത്യമായി പറഞ്ഞു. ഒത്തിരി മോഡസ്റ്റി അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുണ്ട്, അവരെ ഞാൻ കാട്ടാം. അവരാണ് ഏറ്റവും വൾഗർ സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് പറഞ്ഞത്. അവർ പറയണത് എന്തോ ഭയങ്കര സംഭവമാണെന്നും അവർ ജനറേഷനെ പോലും കളിയാക്കി. എനിക്ക് അതിനകത്ത് ആ സ്ത്രീയെ കാട്ടിക്കൊണ്ട് തന്നെ ഞാൻ പറയാം, അവർ വയസ്സാകത്തില്ലേ? അവരെന്നും ഇങ്ങനെ ഇരിക്കും? നിത്യഹരിത നായികയാണോ? മധ്യവയസ്ക കഴിഞ്ഞൊരു സ്ത്രീ തന്നെയാണ്. അവിടെ ഒരു ഒത്തിരി പ്രായമുള്ള ഒരു ലേഡി വന്നിട്ടുണ്ട്, സാരിയാണ് വേഷം. ആ വേഷത്തിനെ കളിയാക്കും, നിങ്ങൾ കൈപൊക്കമ്മ വയറ് കാണാം. ഇത് എൻ്റെ അടുത്തും പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത്, ചേച്ചി എന്തിനാ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നതെന്ന്. നമുക്ക് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മുഖം കഴുകും, എന്തിനാ? നട്ടര കാണിക്കാനാ? അല്ല, വൃത്തിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിന് തന്നെയാണ് നമ്മൾ ഒരുങ്ങി നടക്കുന്നത്. അതേസമയം നമ്മളുടെ ശരീരഭാഗത്തെ പ്രൊജക്റ്റ്, അതായത് സെക്ഷുവൽ അട്രാക്ഷൻ തോന്നുന്ന ഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ നടക്കാറില്ല. നല്ല ഭംഗിക്ക് നടക്കണം. ഞാനെന്ന ലേഡി, ഞാനെന്ന അമ്മ, ഞാനെന്ന അനിയത്തി, ഞാനെന്ന ചേട്ടത്തി, ഞാനെന്ന എൻ്റെ ഏതൊക്കെ ഡെസിഗ്നേഷൻ ഉണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ, ആ പദവികളിൽ ഇരിക്കുന്നവരെല്ലാം എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ അങ്ങനെ ഒരുങ്ങി സുന്ദരിയായി നടക്കാൻ തന്നെയാണ്. അതാണ് ചെയ്താലും നല്ലത്. ആണുങ്ങൾ രാവിലെ എഴുന്നേറ്റ് പല്ല് വെച്ച് മുഖം കഴുകി മുടി ചീപ്പത്തില്ല, എന്തിനാ ഇപ്പം ആരാ കാണിക്കാനാ? അത് വൃത്തിയായി നടക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ലിപ്സ്റ്റിക് ഇട്ടത് കൊണ്ട് ആണുങ്ങൾ വരൂ എന്നർത്ഥമില്ല. കരി എഴുതിയത് കൊണ്ട് ആണുങ്ങൾ വരൂ എന്നർത്ഥമില്ല. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിച്ചു. നിങ്ങൾ എന്താ തട്ടമിടാത്തതെന്നായിരുന്നു അടുത്ത ചോദ്യം. അതൊരു ചോയ്സ് ആണെന്ന് 100 വട്ടം അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് മറച്ച് തന്നെയാണ്. വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കവറുമായിട്ടുള്ള വിഷയമാണെന്നുള്ളത് ആ മതവിശ്വാസത്തിലുള്ളവർ എന്നെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അതും കൊണ്ട് തള്ളി ഇങ്ങോട്ട് കയറ്റുക. അപ്പം അങ്ങനെ പറയുന്ന മനുഷ്യരുടെ അടുത്ത് നമുക്ക് തിരിച്ച് സംവദിക്കാൻ പറ്റത്തില്ല, മൈക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു മീഡിയത്തിൽ പോയിരുന്ന് നമ്മളുടെ വിഷയം കൺവേ ചെയ്യാൻ ഒക്കത്തില്ല. ഈ അനോണിമ പറയുന്ന ആ 2 ആൺകുട്ടികൾ പറയുന്ന സാധനങ്ങൾക്ക് ഒരു മര്യാദ പോലും കൊടുക്കുകയോ മൈക്ക് കൊടുക്കുകയോ മര്യാദയ്ക്ക് സംസാരിക്കാൻ വിടുകയോ ചെയ്തിട്ടില്ല. ആ പ്രായം ചെന്ന അമ്മയാണ് കുറേയൊക്കെ തർക്കിച്ചിട്ടുള്ളത്. ഇതിനിടയ്ക്ക് 2 ആൺകുട്ടികളുടെ നടുവിലിരുന്ന ഒരുത്തിയൊന്ന് ഭയങ്കര സീ കിഡ്സിൻ്റെ മഹത്വം പറയുന്നുണ്ട്. 2 ആണുങ്ങളുടെ നടുക്ക് കയറി ഇരുന്നിട്ട് സീ കിഡ്സാണ്, എൻ്റെ കൂടെ ഇവരുണ്ട്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഈ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ബക്കറ്റിനകത്ത് നാളെ കിട്ടുന്നുണ്ടേ കുട്ടികളെ. അതേപോലെ ബാത്റൂമിൽ കയറി നിന്നിട്ട് ജനലി വഴി എടുത്ത് പുറത്തേക്ക് എറിയുന്നുണ്ടേ. അതൊക്കെ സീ കിഡ്സിൻ്റെ ഒരു മികവാ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്തവർക്ക് കൊള്ളുമ്പോൾ അറിയും എന്നുള്ളതാണ്. പിന്നെ സീ കിഡ്സിന് പൊങ്ങൂലേ എന്നുള്ളൊരു ഡൗട്ടും എനിക്കുണ്ട്. അല്ല, നിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ചോദിക്കുന്നതാണ്. നീയൊക്കെ അടുത്തിരുന്നാൽ പോലും ഒന്നും തോന്നൂല, കാരണം നീയൊന്നും അങ്ങനെ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല.
മൊത്തത്തിലുള്ള പോക്ക് കേസുകളെ കണ്ട ആർക്കും ഒന്നും തോന്നൂല എന്നുള്ളതാണ്. കുടുംബത്തിൽ പറഞ്ഞ ആൺപിള്ളേർക്ക് ഒട്ടും തോന്നൂല. അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് കേട്ട് പറയാം. മറച്ചു വന്നിരിക്കുന്നു ഇവിടെ. അത് എന്റെ സ്വാതന്ത്ര്യം. സംസ്കാരം ഞാനിപ്പോ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ ഡ്രസ്സ്. അപ്പൊ മാം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്റെ കാലിന് ഇത്ര പാം കാണുന്നു, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? സ്വാതന്ത്ര്യം ഉണ്ട് വസ്ത്രം ധരിക്കാനെന്നുള്ളതല്ലേ? അത് തീർച്ചയായും വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല പറയണത്. നമുക്ക് കുറച്ച് സാമൂഹിക ബോധത്തിനെ പറ്റിയാണ് പറയണത്. അമ്പലത്തിൽ പോകുമ്പോ ഒരു മുണ്ടും എഴുതി കൊടുക്കുന്ന പോലെ തന്നെ ഒരു പാർട്ടിക്ക് പോകുമ്പോ അത് കൊടുത്തോണ്ട് പോകുന്നതിലല്ല വിവരം ഇരിക്കുന്നത്. ഉപയോഗിക്കാൻ പഠിക്കണം. അടുത്തത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഡ്രസ്സ്. അതേപോലെ തന്നെ നേരത്തെ ഹനാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ കാലത്ത് അത് വണ്ടി പിടിച്ചു വന്നാൽ പുതിയ കാലത്ത് ധരിക്കുന്ന ഡ്രസ്സ്. ഈ ഒരു നറേറ്റീവ് ഇല്ലേ, അവിടെ നമ്മൾ ഫസ്റ്റ് ഓൺ ചെയ്ത് ഈ നറേറ്റീവ് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളതാണ്. അവിടെ ആക്ച്വലി നിങ്ങളെ ചോയ്സ് ആണെന്ന് വിചാരിക്കുന്നിടത്ത് അവിടെ തെറ്റുന്നു, അബദ്ധം പറ്റുന്നു. ആക്ച്വലി പുരുഷൻ നിങ്ങളെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കുകയാണ് എന്ന് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് മുമ്പ് പഠനം കാണാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാറുമറക്കൽ സമരം അടക്കം, അഥവാ സ്ത്രീയെ കൊണ്ട് മാറി നിർബന്ധിച്ച് തുടപ്പിച്ചിരുന്നു പുരുഷൻ. ഇപ്പൊ പുതിയ സ്റ്റഡീസ് എടുത്ത് നോക്കിയാലും പുരുഷനെ സംബന്ധിച്ച് പുരുഷന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താണ്? സ്ത്രീയുടെ ന്യൂഡിറ്റി കാണൽ, അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കൽ. ഐ ട്രാക്കിംഗ് സ്റ്റഡീസ് എടുക്കാം സൈക്കോളജിയിൽ. അതേപോലെ തന്നെ പുരുഷന്റെ സെക്ഷൽ ബിഹേവിയർ എടുക്കാം. ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയുടെ സൗന്ദര്യം കാണണം. അതിനുവേണ്ടി മുന്നേ അവൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചിരുന്നു, നിർബന്ധിച്ചിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ കാലത്ത് അവളെ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റാത്തോണ്ട് അവളെ കൊണ്ട് ട്രെൻഡിന്റെ പേരിൽ, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇങ്ങനെ ആവണം, കോൺഫിഡന്റ് ആവണമെങ്കിൽ ഇങ്ങനെ ആവണം, വാല്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ധരിപ്പിക്കുന്നു. പ്രശ്നം അതാണ് ഓപ്പറേഷൻ ആയിട്ട് ഈ കാലത്ത് സത്യത്തിൽ നമുക്ക് നമ്മളുടെ ഇത്രയും പേർക്കപ്പുറം ഈ കേരളത്തിൽ കുറച്ച് പേർ കാണുന്നതിനപ്പുറം ഈ ലോകം ഈ ചർച്ച കാണാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാം. കാരണം അത്രയും വിയേർഡ് ആയിട്ട് സ്ത്രീകളുടെ ഡ്രസ്സിംഗ് സെൻസിനെ കുറിച്ച്, വസ്ത്രധാരണത്തെ കുറിച്ച് ഒരു ചർച്ച വരിക, അതും കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനത്തിൽ, എല്ലാ തരത്തിലും മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇവിടെ ഇങ്ങനെ വരിക. ഈ ഇരിക്കുന്ന രണ്ടുപേർ തന്നെ എത്ര മനോഹരമായിട്ടാണ് പുരുഷാധിപത്യം, ഞങ്ങൾ പാട്രിയാർക്കിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ പുരുഷന്മാരാണ്, ഞങ്ങൾ പാട്രിയാർക്കിക്കെതിരാണ്. ഈ ലേഡിയാണ് ഈ ഒരു ചർച്ചയിലെ മുഴുത്ത വശം. ഏറ്റവും മുഴുത്ത വശം ഈ സ്ത്രീയാണ്. താൻ എന്തോ സംഭവമാണെന്നുള്ള രീതി അവിടെ ഇരുന്നു കൊണ്ട് കുത്തിക്കിത്തിരിക്ക് കയറ്റി കൊടുക്കണം. അയാൾ പറഞ്ഞതാണ് പോയിന്റ്, ആ മനുഷ്യൻ പറഞ്ഞതാണ് പോയിന്റ്. നമ്മൾ സ്വതന്ത്രരാകണമെങ്കിൽ വസ്ത്രമൂരി മെറിയണം എന്നൊരു സാധനം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് സീ കിഡ്സിന്റെ അടുത്ത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായി അവൾ പര്യാപ്തി നേടുക എന്നുള്ളതാണ് അവളുടെ സ്വാതന്ത്ര്യം. മറ്റുള്ളവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതല്ല സ്വാതന്ത്ര്യം. നമ്മൾ പര്യാപ്തരാണ്, നമ്മളുടെ കാര്യം തീരുമാനിക്കാൻ, നമ്മൾക്ക് സംസാരിക്കാൻ, അഭിപ്രായം പറയാൻ, ഇക്വാലിസം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം. അത് തുണി പറിച്ചെറിയുന്നതിൽ കൂടെ അല്ല എന്നാണ് ആ പയ്യൻ പറയുന്നത്. അതേസമയം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈവൾ പറയുന്നത് ഇത് ഈ ലോകം കാണരുതെന്നാണ്. എവിടെയായാലും ആരും അതാണ് കാണേണ്ടത്. എവിടെയും അവരതാണ് പറയേണ്ടത്. സ്ത്രീകളുടെ ശരീര പ്രദർശനത്തിലല്ല അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വതന്ത്രമായി വസ്ത്രം ധരിക്കുക, ഒരു ലൂസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാം. പണ്ടൊക്കെ നൈറ്റി ഇട്ടാ പ്രശ്നം പറയുമായിരുന്നു, ഇതൊക്കെ എന്തെന്നാണ് എന്ന്. പക്ഷെ ഈ വീട്ടമ്മമാര് വീട്ടുപണി ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സാധനം നൈറ്റി തന്നെയാണ്, എടുത്തങ്ങോട്ട് ഇടുക, അത്ര തന്നെ. അതാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് അടിപ്പാവാട, പിന്നെ പറ്റുമെങ്കിൽ ഒരു ഷാളും കൂടെ ഇടിക്കുമായിരുന്നു. വീട്ടിലെ കാര്യം അമ്മമാര് തന്നെയാണ്. ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. സ്വതന്ത്രമായി നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കാലം മാറി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അതൊരു മെറ്റീരിയൽ അല്ല, നമ്മുടെ സഹജീവിയാണെന്ന് പറഞ്ഞ ആൺകുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പോയിട്ടല്ലേ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായി കിട്ടിയത്. അവിടെ ഈ പെൺകുട്ടികൾ ഇല്ല, ഞാൻ തുറന്നു കാണിക്കും, ഞാൻ പ്രൊവോക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് അടിസ്ഥാനമാണ് അതിനകത്തുള്ളത്? ഒരു പോസ്റ്റ് ഇടുകയാണ്, അത് 2023 പോസ്റ്റ് അല്ല, റീപോസ്റ്റ് ആണ്. ഞാൻ റീപോസ്റ്റ് ആണ് കണ്ടത്. അതും അതിനകത്ത് ഒരാൾ കമന്റ് ഇടുകയാണ്, നിന്റെ അച്ഛൻ നിന്നെ ഇങ്ങനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാകും? എൻ്റെ അച്ഛന് നിന്റെ കമന്റ് കണ്ടാണ് ഡിപ്രഷൻ ആയത് അല്ലേ അച്ഛ എന്ന് പറഞ്ഞ അച്ഛനെ ടാഗ് ചെയ്യാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ ഫാദർ ഇത് കണ്ടാൽ എന്തായാലും എതിർക്കും. എൻ്റെ ഫാദറിന് ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല, വഴക്ക് പറയും. വേണമെങ്കിൽ ഫാദറിനെ അപമാനിക്കാൻ അത്തരത്തിലുള്ള വേഷം ധരിച്ചുകൊണ്ട് ഞാൻ കവലയെ കൂടെ പോയാൽ മതി. അദ്ദേഹത്തിന് അത് അപമാനമാണ്. മകൾക്ക് ആ മര്യാദ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഇനി കയറാണ് വള്ളിയാണെന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ. നമ്മൾ ഓരോരുത്തരും ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകും, നമ്മൾ പ്രാമിനകത്തായിട്ട് കൊണ്ടുവച്ചിട്ടായിരിക്കും പോകുക. ഈ കുട്ടിയുടെ ചിലയിടങ്ങളിൽ അങ്ങനെയുണ്ട്, ഒരു വള്ളി പോലെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്?
അത് നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മളെടുത്ത് ബെൽറ്റ് ഇട്ടിട്ട് നെഞ്ചോട് കയറ്റിക്കെടുത്ത് അത് പിന്നെ ജയിൽ പോലെയല്ലേ? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കുഞ്ഞ് താഴെ വീഴരുത്, കുഞ്ഞ് എവിടെയെങ്കിലും ഓടിപ്പോകരുത്, ആരെങ്കിലും എടുത്തിട്ട് പോകരുത്. ഈ കൺസേൺ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ ആ കയറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ കളിയാക്കുന്ന ആ അമ്മയ്ക്ക് നീണാൽ വാഴട്ടെ എന്ന ഇതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നീണാൽ വാഴുക, നിന്റെ മകൾ നിനക്ക് ഒരുപാട് ഐശ്വര്യം കൊണ്ട് തരട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റിനെ വളച്ചൊടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം ഞാൻ വീണ്ടും എടുത്തത്. ഈ സ്ത്രീ, ഈ പറയുന്ന സ്ത്രീ, ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഇവരും ഞാനും കൂടെ നല്ല ഫൈറ്റ് ആവുമായിരുന്നു. ബാക്കി ആരും നോട്ട് ചെയ്യാതെ ഒളച്ചു കടത്താൻ ശ്രമിച്ചത് ഈ സ്ത്രീയാണ്. എനിക്കതാ മനസ്സിലായത്. അടിമയാണ്, നിങ്ങളത് അറിയുന്നില്ല പക്ഷെ ഞങ്ങൾ അത് അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ കോമൺ സെൻസിന് എത്രത്തോളം നിരക്കാത്ത രീതിയിലാണ് ഈ രണ്ടുപേർ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു, എനിക്ക് പറഞ്ഞത് അവസാനിപ്പിക്കണം. ഈ ഇരിക്കുന്ന മാഡം പറഞ്ഞു സംസ്കാരത്തെ കുറിച്ച്, കേരളീയ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ സ്പിരിച്വലി, സയന്റിഫിക്കലി, ഫിലോസഫിക്കലി ഏറ്റവും വലിയ ആദർശങ്ങളും ഏറ്റവും വലിയ തത്വസംഹിതങ്ങളും ഉള്ള നാടാണ് ഈ ഭാരതം. ഈ ഭാരതത്തിന്റെ ചരിത്രം എടുത്താൽ നമ്മുടെ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലം വരുന്നത്. ആ സമയത്ത് കേരളത്തിന്റെ എല്ലാവിധമായിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡ്രസ്സിംഗ് സെൻസിനെയും ചിന്താഗതിയെയും കലയെയും വരെ സ്വാധീനിച്ചുകൊണ്ട്, മതബോധത്തെ വരെ സ്വാധീനിച്ചുകൊണ്ട് വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിയമാവലികൾ നമ്മളെ സ്വാധീനിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ കലാബോധത്തെ പോലും സ്ത്രീകളുടെ ന്യൂഡിറ്റി വളരെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലത്ത് നമ്മുടെ കലയെല്ലാം നോക്കൂ, ഖജുരാഹോയിൽ നോക്കൂ, നമ്മുടെ അജന്ത എല്ലോറ കേവ്സിൽ നോക്കൂ, നമ്മുടെ സാഞ്ചി സ്തൂപത്തിൽ നോക്കൂ, എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന സ്ത്രീ ചരിത്രത്തെയാണ്. ഹനാന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഉണ്ട്, അവൻ പറഞ്ഞ പോയിന്റ് അവിടെ ഉണ്ട്. സ്ത്രീകൾ അങ്ങനെ ഒരു മെറ്റീരിയൽ മാത്രമായിരുന്നു. ആണുങ്ങൾക്ക് അന്തപുരം ഒന്നും ഉണ്ടായിരുന്നില്ല, പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. കൂത്തച്ചികൾ ഉണ്ടായിരുന്നു. എന്റർടൈൻമെന്റിന് സംഗീതം എന്നതിലുപരി കൂത്തച്ചികൾ കൂത്തടിക്കണമായിരുന്നു. സ്ത്രീകളെ മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവര് പറയും പിന്നെ വത്സ്യായൻ മഹർഷിയുടെ തിയറികളൊക്കെ എഴുതി ആണ്, അത് ലൈഫ് ഹിസ്റ്ററിയാണ്, ഇതിങ്ങനെയാണ്, ഇത് ഇത്തരത്തിലുണ്ട്, ഇത്ര കാമകേളികൾ ഉണ്ട് എന്ന് കാണിക്കാൻ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അടുത്തിരുന്നത്, സംസാരിച്ചിരുന്നത്, പ്രവർത്തിച്ചിരുന്നതൊക്കെ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളിലാണ്. അവിടെയാണ് ഈ കൊത്തുപണികൾ വരിക. അത് ആ കൊത്തുപണികൾ ആരുടേതാണോ അവരുടെ മനസ്സിന്റെ വൈകൃതം അവരോട് പകർത്തി വെച്ചു, അത്രയേ ഉള്ളൂ. ഇനി അതാണോ എല്ലാവർക്കും ഇത് പകർന്നു കൊടുക്കുന്ന, അവിടെ കാണിക്കുന്ന അതേ സാധനം, അതേ മോഡലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യവും. ആ പറയുന്ന വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യവും അതാണ്. പെണ്ണിന്റെ തഴപ്പും മുഴപ്പും ആകാര വടിവും കൊത്തിവെക്കുന്നത് അവളോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണോ? അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന എന്തുകൊണ്ട് ആണുങ്ങളുടെ അടുത്ത് അങ്ങനെ കാണിക്കാൻ വരുന്നില്ല? എന്തുകൊണ്ട്? ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ആ പറഞ്ഞ വേഷം ഇട്ടുകൊണ്ട്, ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ശ്രീകണ്ഠൻ നായർ നിന്നാലത്തെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു, എങ്ങനെയുണ്ടാകും? അതെന്താ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ഡ്രസ് കോഡിന്റെ പ്രശ്നം അവിടെ വരാത്തത് എന്തുകൊണ്ടാണ്? അവരങ്ങനെ വൾഗാരിറ്റി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് അങ്ങനെ കാണിക്കണമെന്ന് താല്പര്യമില്ല. പിന്നെ എന്നെ വന്ന് വിളിച്ച ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യമാണ് ബോഡി പൊളിറ്റിക്സ്. പെണ്ണുങ്ങളുടെ ഇത് കാണുമ്പോൾ തോന്നുന്നു അതൊരു സെക്സ് ഓർഗൻ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നിടത്ത് അത് കാണുമ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നും. ഒത്തിരി പ്രായം ചെല്ലുമ്പോൾ അമ്മമാർ ഇത് ഇടാതെ നടക്കും, ഉടുപ്പിടാതെ വരെ നടക്കുന്നുണ്ട്. അവരെ കണ്ട എന്തെങ്കിലും തോന്നുന്നു? എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് മാനസിക ഇതാണ്. അതുപോലെ ബസ്സിൽ കയറി ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു, അവിടെ എന്ന് പറഞ്ഞു, അതിനെ എത്ര വളച്ചൊടിച്ചു എന്നുള്ളതാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് ഓരോ വീട്ടമ്മമാരും ജോലി കഴിഞ്ഞ് ബസ്സിൽ കയറി വരുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ആ ബുദ്ധിമുട്ട് അറിയുന്നവൾ ഈ വസ്ത്രത്തിനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇതിനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞത്. സമ്മതിക്കൂല, നിങ്ങൾ സമ്മതിക്കണ്ട, ഞാൻ അതിനെ തുറച്ചിരിക്കുന്നു. ബസ്സുകളിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നീ ഒരിക്കൽ അനുഭവിച്ചാൽ നിനക്കൊരിക്കലും നിന്നെ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് തോന്നില്ല എന്നാ ഞാൻ പറഞ്ഞേ. അതായത് ഞാനൊരു സെക്സ് ടൂൾ അല്ല എന്ന് നമ്മളെ ഓരോ നിമിഷവും കുത്തുന്ന ഒരു സാധനമാണ് നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ നമ്മളെ അങ്ങനെ നോക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരിടത്ത് പോകുമ്പോൾ ഒരുത്ത ഇങ്ങനെ സ്ക്രീനിടയിൽ നിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്നെ ഫീൽ എന്നെ ഇതിനേ ഉള്ളൂ, ഞാൻ ഇതാണോ, ഇവർ ഇതെങ്ങനെയാണോ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, അത് നമ്മളെ കൊല്ലും. വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചിന്താധാരയാണത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നീ ഒന്ന് നടന്നു നോക്ക്. നീ നടക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാനൊരു സെക്സ് ഒബ്ജക്റ്റ് അല്ല, ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ഉണ്ട്, എൻ്റെ പേഴ്സണാലിറ്റിക്കാണ് വാല്യൂ എന്ന് ചിന്തിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മെസ്സേജ് അതായിരുന്നു. മനസ്സിലായവർ ഒരുപാട് പേരുണ്ട്, പലയിടത്തും പോയി കമന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കേരള ഭാരത സംസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹനാൻ ഏറ്റവും മാന്യമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഹനാന്റെ മാന്യമായ വസ്ത്രം കണ്ടോണേ. നമ്മുടെ സാഞ്ചി സ്തൂപത്തിൽ നോക്കൂ, എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന സ്ത്രീ ചരിത്രത്തെയാണ്. ഹനാന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കേരള ഭാരത സംസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹനാൻ ഏറ്റവും മാന്യമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഹനാന്റെ ഇവിടെ മാത്രമേ മറച്ചിട്ടുള്ളൂ.
ഹനാൻ മൊത്തത്തിൽ ഇതിങ്ങനെ മുഴപ്പിച്ച് വെച്ച് വന്ന് കയറിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഇതിങ്ങനെ ഇറുകി പിടിച്ച് മുഴപ്പിച്ച് വന്ന് ഷാളുണ്ട് കഴുത്തിൽ കിടക്കുകയാണ്. അത് മറയ്ക്കത്തില്ല, മറയാൻ പാടില്ല. ലവന്മാരത് നോക്കി വെള്ളമിറക്കണം, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ സ്ത്രീകളുടെയും ചിന്ത ഇതാണ്, വ്യവഹാരമാണ്. ഇപ്പോൾ നിമിഷ ബിജുവിൻ്റെ അടുത്ത് സംസാരിച്ചു നോക്കൂ, എന്തിനാ വേണ്ട ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന് വെച്ചാൽ അവൾ പറയും, നിങ്ങൾ ചിലവിന് തരുമോ, എനിക്ക് ജീവിക്കണ്ടേ. ഇതാണ് അവളുടെ സംസാരം. കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ, ഫീസ് കൊടുക്കാൻ ഞാൻ തുണി ഊരി കാണിക്കണമെന്ന ബോധം അവളുടെ തലയിൽ കയറിയിരിക്കുന്നിടത്ത് അവളുടെ പോയി ഇത് ചെയ്യല്ലേ. എത്രയോ കാലങ്ങൾക്ക് ഇപ്പുറം കുട്ടികൾക്ക് ഇത് നാണക്കേടാണെന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവൂ. ചേച്ചി ചോറ് കൊടുക്കും, വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചോദിക്കും. അങ്ങനെയാ ചോദിക്കുക. അതിനടുത്തൊക്കെ എന്തോ പറയാനാണ്. എന്തിനധികം ഇവിടെ ശീതളീയം എന്തുവാ പറഞ്ഞേ, എന്താ പറഞ്ഞേ? അതുവരെ ഏതോ കുസുമാൻറ്റി ആയിരുന്നു അവര്. എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്ന തള്ള എന്റെ കേസ് വന്നപ്പം എന്നെ എടുത്തു വെച്ച് കൊടുക്കുന്നു. കിട്ടിയ അവസരം പാഴാക്കാതെ എല്ലാവരും ഉപയോഗിച്ചു എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മൗനമായിരുന്നു. ചില സമയത്ത് മൗനം വിദ്വാന് ഭൂഷണമാണ്. പറഞ്ഞാൽ മനസ്സിലാകാത്ത മനുഷ്യരോട് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള മിണ്ടാതിരുന്നു. നിങ്ങൾ ജയിച്ചു, സ്കോർ ചെയ്തു, കൊണ്ടങ്ങിറങ്ങി, എന്നിട്ട് അവിടെ ഇരുന്നോണ്ട് കൂക്കി ഇരുന്നോണ്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു, ഞാൻ പിള്ളേരെ കൊണ്ടങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ട്, പിള്ളേരതങ്ങ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന്. എന്ത് കൈകാര്യം? എന്തോരം തെറികളാണ് വിളിച്ചത്. കക്കളി പുക്കളി പുക്കളി പൊക്കളി മോളെ, നീ തെറി വിളിക്കുമല്ലേ? എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? നിങ്ങൾ തെറി വിളിച്ചിട്ട് ഞാൻ തെറി വിളിക്കൂ എന്ന് ചോദിച്ചാൽ അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരാൾ മുന്നോട്ട് വരത്തില്ല. വളരെ അമിക്കബിളി, വളരെ പക്വതയോടുകൂടി സംസാരിച്ച പെണ്ണ് പറഞ്ഞത് കാലിൻ്റെ അടിയിലെ തൂസി എന്നാ. ഞാൻ അതേപോലെ എൻ്റെ മുഖത്ത് തുപ്പണമെന്നാ പറഞ്ഞത്. അതാണ് പക്വത എന്നാണ് എൻ്റെ സഹപ്രവർത്തകർക്ക് പോലും മനസ്സിലായത്. നമ്മളിത് എന്തിന് പറയാൻ പോണത്? ആർക്കാണ് സാർ ബ്ലൗസും സാരി ഉണ്ടായിരുന്നത്? ഏത് കാലത്താണ്? ഞാനൊരു സ്ത്രീയല്ലേ, പക്ഷെ ഞാൻ പുരുഷന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. ഏതൊരു പുരുഷനും സ്ത്രീയുടെ ലൈംഗികത കാണാൻ ഇഷ്ടമാണ്. മാറും ഒക്കെ മുക്കാലിലേക്ക് നടക്കുക. സ്ത്രീകൾ എങ്ങനെയാ സാരി കൊടുക്കുന്ന ഇപ്പൊ പെർസെന്റേജ് എന്ന് പറയും ഞങ്ങള്. അതായത് ഒരെണ്ണം പുറത്ത് കാണിക്കാം, ഒരെണ്ണം പുറത്തായിരിക്കും, ഭംഗിയായിട്ട് സാരി കൊടുക്കും, പക്ഷെ ഒന്ന് പുറത്തായിരിക്കും. അതുപോലെ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ അങ്ങനെ നടക്കുന്നവരുണ്ട്. സാരി പണ്ടൊക്കെ ജയഭാരതിയെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. പൊക്കിളിന് താഴെ വെച്ച് സാരി ഉടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ആ സാരി വിട്ടുപോകുമെന്ന് തോന്നുമായിരുന്നു. പക്ഷെ അന്ന് അത് ആസ്വദിച്ചിരുന്നു. പക്ഷെ ആ ജനറേഷൻ അങ്ങ് കിണിക്കുകയാണ്. എന്നിട്ട് എന്തടി നീ ഇങ്ങനെ തന്നെ ഇരിക്കുവോ? നീ അമരത്വം വാങ്ങിച്ചെടുത്താ നിനക്ക് ആ പ്രായം വരത്തില്ലേ? ആ ജനറേഷന്റെ പ്രോബ്ലമാണ്. ആ ജനറേഷൻ നീ പിന്നെ അങ്ങ് ചെറുപ്പക്കാരി സീക്രട്സാ. കുട്ടികൾ ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ ആ മിസ്റ്റേക്ക് തിരുത്തി കൊടുക്കേണ്ട മധ്യവയസ്ക ഇരുന്നു കൊണ്ട് പ്രായം ചെന്ന ഒരു അമ്മയെ പറയണം ആ ജനറേഷന്റെ പ്രോബ്ലമാണ്. ജനറേഷന്റെ പ്രോബ്ലം എന്താ? ആ ജനറേഷൻ വേണ്ടേ? ആ ജനറേഷന് ജീവിച്ചിരുന്നവർ വേണ്ടേ? അവർ കഷ്ടപ്പെട്ടതിന്റെ പരിണിത ഫലമാണിന്ന്. ഇത് പറയുമ്പോൾ ഒരു ചെറിയ ഇതിനകത്ത് തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് വരാത്തത്. കുറേ ശത്രുക്കളുണ്ട് എനിക്ക്, സീരിയസ്ലി. അത് മാത്രമല്ല അസൂയക്കാരുണ്ട്. എങ്ങനെ മേലോട്ട് കയറരുത്, ചവിട്ടി താഴ്ത്തി ഇടുക, അതാണ്. എന്നാൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ് പറയാനുള്ള ആർജവമോ ബുദ്ധിയോ ഇല്ല. അതുകൊണ്ട് അസൂയ കൊണ്ട് മാത്രം നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർ ഈ ഒരു അവസരം മുതലെടുത്തു എന്നതിനപ്പുറം ഇതിനകത്തൊന്നുമില്ല. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് അതിലുള്ള ഒരു പയ്യൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിലുള്ളവരെ ഇതിന് പിന്നെ ഈ വസ്ത്രം ഇടാൻ സമ്മതിക്കുമെന്ന് വെച്ചപ്പം അവൻ പറയുന്നുണ്ട് അത് അവരുടെ ചോയ്സ് ആണെന്ന്. ആണോ? എന്നാൽ ഈ ബിക്കിനി ഇട്ടുകൊണ്ട് സ്വന്തം സഹോദരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്ക് വീട്ടിൽ നടക്കുമ്പോൾ അവനിക്ക് കുഴപ്പമില്ല, അവൻ ആ കണ്ണോടെ കാണത്തിൽ അവൻ്റെ പെങ്ങളാണ്. പക്ഷേ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ പെങ്ങൾ ഈ ബിക്കിനി ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ട ഇവനൊന്നും തോന്നില്ല എന്ന് പറയുന്നത് ഒരു ശുദ്ധ നുണയാണ്. ഇതൊക്കെ അവസരോചിതമായിട്ടുള്ള മറുപടികൾ മാത്രമാണ്. ഈ ഒരു മൊത്തം പ്രോഗ്രാം കണ്ടാൽ A to Z സത്യം പറഞ്ഞ പൊളിഞ്ഞ പ്രോഗ്രാം. അതിനകത്ത് കൃത്യമായി സംസാരിച്ച ആ 2 ആൺകുട്ടികൾ മാത്രമാണ്. അവരാണ് അത് പോയിന്റ് കൃത്യമായി പറഞ്ഞത്. ബാക്കി നിങ്ങൾ തന്നെ പോയി കണ്ടോളൂ. ശ്രീകണ്ഠൻ നായർ ഷോ കണ്ടാൽ അറിയാം. അതിൽ ഈ ബ്ലൂ ചുരിദാർ ഇട്ടിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് ലോക വേസ്റ്റാണ്. ഇത് അവിടെ വന്നിരുന്ന് ഭയങ്കര നോളജ് ഉള്ളത് കണക്ക് അജന്ത, യെല്ലോറ, പാട്രിയാർക്കി, വിക്ടോറിയൻ ഇതൊക്കെ കുറെ കുത്തിക്കയറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എന്തോ മണ്ണാങ്കട്ട അറിഞ്ഞു എന്നാണ്. ഒരു സ്ത്രീ അല്ലാതിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവര് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞ് അവരെ ഒന്ന് ചൂളിപ്പിച്ചിട്ടുണ്ട് ഈ സ്ത്രീ. നോക്കട്ടെ, അത് കിട്ടുകയാണെങ്കിൽ എടുത്തുകൊണ്ട് വരാം. അതായത് അവർ പറയുന്നുണ്ട്. അങ്ങനെ നോക്കാറില്ല. ഒരു നടിയെന്ന നിലയിൽ അവര് പറയുന്നത് കേൾക്കാം.
കിട്ടുമെന്ന് അറിയത്തില്ല. ഈ സ്വാതന്ത്ര്യത്തിന് എന്താണ് സ്വാതന്ത്ര്യം? എന്റെ സ്വാതന്ത്ര്യം ഞാൻ ഇങ്ങനെ കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. സാറിന്റെ മൂക്കിന്റെ പരിധി കഴിഞ്ഞു പോയാൽ അതെന്റെ ആണല്ലോ. മൂക്കാവണ്ട കയറി ഇടിച്ചാൽ നമ്മുടെ അത് ആപേക്ഷികമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ആപേക്ഷികമാണ്. എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അത് അസ്വാതന്ത്ര്യം അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. അവർക്ക് ഇവരുടെ വസ്തുതാന ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അതിനകത്ത് രണ്ട് തരത്തിലുണ്ട്. രണ്ട് കൾച്ചറിന്റെ ഒരു രണ്ട് സംസ്കാരത്തിന്റെ ഒരു സംയോജനം കൂടിയുണ്ട്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പറഞ്ഞവരുടെ ഒക്കെ ഇടയിലുള്ള ഒരു നമുക്ക് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വവും കടമയും ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായാല് ആ പൊതുബോധത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഞാൻ എന്റെ സാരി ഉടുത്തുള്ള ആളാണ്. ഒരുപാട് പേരുണ്ട്. അപ്പൊ സാരി ഉടുത്തില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ചുല്ലാറിട്ട് ഞാൻ കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് കൂടിയാണ്. അപ്പൊ അവിടെ നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട്. നമ്മുടെ ശരീരം അതായത് ഫുൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കസ്റ്റമർ നമ്മൾ കാണാൻ വരുന്ന ഒരാളുടെ മുമ്പിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഡ്രസ്സിനെ കുറിച്ചുള്ള കോൺസെൻട്രേഷൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ശരീരം മറച്ചുള്ള ഡ്രസ് ധരിക്കണം എന്നുള്ള ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്രസ് കോഡാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഡ്രസ് കോഡ് അംഗീകരിച്ച് പറ്റുള്ളൂ. ഇത് ബാങ്ക് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും ശരീര ഈ ഡ്രസ്സിൽ ശരീരം മറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതിന് അപ്പുറത്തേക്ക് ഇങ്ങനെ മൂക്കും കൂടെ മറച്ചോണ്ട് നടക്കാൻ പറ്റുമോ? എന്തായാലും ഇത് മറച്ചിലല്ല. മാന്യമായ ഡ്രസ് മാന്യത അതിനകത്ത് ശരീരം മറഞ്ഞു എന്ന് പറയുന്നത് മാഡത്തിനോ പെട്ടെന്ന് ഉടുപ്പ് പിടിക്കേണ്ടി വന്നു. ശരീരം മറഞ്ഞിട്ടില്ല, ഉടുപ്പ് കുറച്ച് ടൈറ്റാണ്. അതുകൊണ്ട് മാഡം അതില് കണ്ടോ, കൂടെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ആ സ്ത്രീ ആ ബ്ലൂ ഇട്ട ആ പെണ്ണ് പറയുന്നതാണ് അവരുടെ ശരീരം കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് ഷാളെടുത്ത് നേരെയാക്കുകയാണ്. ഇനി എവിടെയെങ്കിലും കാണുന്ന അതാണ് സംസ്കാരം. എടി, അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. എന്റെ ശരീരം ആർക്കെങ്കിലും കാണാൻ ആ രീതിയിൽ കാണുന്നുണ്ടോ എന്ന് ഒരാൾ വിജിലന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് മറയ്ക്കുക എന്നുള്ള അവരുടെ ആ മൈൻഡ് സെറ്റിനെയാണ് സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് കുത്തി കാണിച്ച് അവരുടെ ആ കോൺഫിഡൻസിനെ തകർത്ത് അവർ പറഞ്ഞത് തെറ്റെന്ന് വരുത്തി തീർക്കാനിരിക്കുന്ന ഈ ശകുനിയാണ് സ്ത്രീ. മറ്റേ ആ ബ്ലൂ ഡ്രസ് ഇട്ട സ്ത്രീ അവർ പറഞ്ഞതാണ് പോയിന്റ്. നിന്റെ സ്വാതന്ത്ര്യമാണ്. നിനക്ക് തുണിയില്ലാതെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അത് ബാത്റൂമിനകത്ത് കുളിക്കുമ്പോഴായിരിക്കണം, നീ നിന്റെ ഹസ്ബൻഡുമായിട്ട് രമിക്കുമ്പോഴായിരിക്കണം. അല്ലാതെ പബ്ലിക് പേഴ്സിലൊന്നും തുണിയില്ലാതെ നിന്ന ആളുകൾ പലതും പറയും അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം. പിന്നെ ആണുങ്ങൾ നോക്കുന്നു പറഞ്ഞിട്ട് കുറ്റം പറയരുത് അമ്മമാരെ. അവ എന്നെ നോക്കി ഇങ്ങനെ തൂപ്പിയിട്ടുണ്ട് നടന്ന അവന്മാരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവന്മാരെന്നെ പിടിച്ചു എന്ന് നീ പരാതി പറയാനുള്ള അർഹത ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ കണ്ടാൽ ഇതുപോലെയുള്ള വൃത്തികേടുകൾ കണ്ടാൽ ആർക്കെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ പോലും പറ്റത്തില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവരെന്താണ് കൃത്യമായിട്ട് പറയുന്നത്? നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, അത് നിന്റെ മൂക്കിൻ തുമ്പിൽ വരെ. എനിക്ക് എൻ്റെ കാഴ്ചയിലേക്ക് വരുമ്പോൾ എനിക്ക് അത് അസ്വാതന്ത്ര്യം തന്നെയാണ്. എൻ്റെ കുട്ടികളെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എനിക്കിത് കാണുമ്പോൾ അയ്യേ എന്നേ ഫീൽ ചെയ്യുള്ളൂ എന്ന് അവർ പറഞ്ഞത് വളരെ കറക്റ്റ് പോയിന്റാണ്. ഹനാന്റെ വേഷവിധാനത്തിലേക്ക് പോകുമ്പോൾ ഹനാൻ നാളിതുവരെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ അവരങ്ങനെ കാണിക്കുമ്പോൾ ആ തുണി കുറവിന് നമ്മൾ പറയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് തുണി കുറയ്ക്കുമ്പോഴല്ല എന്നുള്ളത് ഒരു മികപ്പെരിയ പോയിന്റാണ്. അത് കോമൺ സെൻസ് ഉള്ളവർക്ക് മാത്രം മനസ്സിലാവും. ഈ വിഷയം ഞാൻ എടുത്താൽ ഞാൻ വല്ലാണ്ട് വയലന്റ് ആകും, വല്ലതും ഒക്കെ പറഞ്ഞു പോകും. എന്തായാലും ഈ ലേഡിക്ക് എൻ്റെ സല്യൂട്ട്. ബിക്കോസ് അവർ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു. പിന്നെ ആ പ്രായം ചെന്ന അവരും അത് നല്ല രീതിയിൽ അവരത് അവതരിപ്പിച്ചിട്ടു എന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കുറെ കൂടെ നോക്കാം. കൂടെ ഇരിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ മോഡൽ ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അവർ കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അപ്പൊ കുട്ടികൾ അവർക്ക് കംഫർട്ട് കണ്ടോ, ഞാൻ പറഞ്ഞില്ല, തെറ്റിദ്ധരിച്ചിട്ട് പലരും അതിനകത്തും ഉണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മോഡേൺ ഡ്രസ്സിന് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. മോഡേൺ ഡ്രസ്സ് ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഫാഷന്റെ പേരിൽ അരകുറെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകത്തില്ല. അത് വളരെ വൾഗറായിട്ടുള്ളൊരു സാധനമാണ്. അത് ഫാഷൻ നടത്തിയ സ്റ്റേജിലാണെങ്കിൽ ഓക്കെ, അവരെ ഫാഷൻ അവരുടെ ആള് ഫാഷൻ മാഗസീനിൽ വരുന്നതിനും കുഴപ്പമില്ല. അത് പബ്ലിക് സ്പേസിൽ കൊണ്ടിടുമ്പോൾ മറ്റുള്ളവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇതേ വസ്ത്രം ഇട്ടുകൊണ്ട് പാർലമെന്റിൽ പോകാൻ പറ്റുമെങ്കിൽ സമ്മതിച്ചു. ഇതേ വസ്ത്രം ഇട്ടുകൊണ്ട് പബ്ലിക് സ്പേസിൽ വന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ സമ്മതിച്ചു, നിൽക്കുമായിരിക്കും. നിങ്ങളിവിടെ കണ്ടിട്ടില്ലേ, ഇവിടെ ഉദ്ഘാടനത്തിന് വരുന്നതൊക്കെ ഏറ്റവും പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്കത് കാണുമ്പോൾ എന്താ വയലന്റ് ആവുന്നത്, ദേഷ്യം വരുന്നത് എന്തുകൊണ്ട്? എനിക്ക് ദേഷ്യം വരും. എൻ്റെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അങ്ങനെ നിൽക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഈ വിഷയത്തിൽ കുറെ പറയാൻ ഒരുപാടുണ്ടാകും. നമ്മളിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാകുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ശ്രീകണ്ഠൻ നായർ എൻ്റെ ഷോ കാണുന്നുണ്ടെങ്കിൽ ശ്രീകണ്ഠൻ നായർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ പോയിന്റ് ഈസ്, ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വസ്ത്രം ഊരി എറിയുമ്പോഴല്ല. അവൾക്ക് സ്വതന്ത്രം കിട്ടുന്നത് അവൾ സ്വയം പര്യാപ്തത നേടുമ്പോഴാണ്.
മറ്റൊരാളുടെ അണ്ടറിൽ ജീവിക്കുമ്പോൾ അവർ പറയുന്നത് അനുസരിക്കേണ്ടി വരും. അതേസമയം സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയ സ്വയം നയിച്ചു വന്ന ഒരു പെണ്ണിനെ ഒരാൾക്കും ഒരു രീതിയിലും ഉപദ്രവിക്കാൻ തോന്നത്തില്ല. അവളെ ഭരിക്കണമെന്നോ അടക്കണമെന്നോ ഒന്നും തോന്നത്തില്ല. അത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയല്ല ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടികളും അത് പറയത്തില്ല. കാരണം അവർക്കൊക്കെ ഒരു പരിധി വരെ അവരുടെ ഈ വിവാഹപ്രായം 18, 19 എന്നുള്ളത് എൻ്റെ നാക്കിൻ്റെ ബലത്തിൽ 25 കൊടുത്തവളാണ് ഞാൻ. പെൺകുട്ടികൾ പഠിച്ചിരിക്കണമെന്നും ജോലിക്ക് പോകണമെന്നും നിർബന്ധമായി പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പറയുന്ന ഞാൻ ഫീമെയിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ് കൊണ്ട് കുറെ കൂതറച്ചികൾ എന്നെ അറ്റാക്ക് ചെയ്താൽ ആ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ ഞാൻ ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളോ പിന്നോട്ട് പോകത്തില്ല. നിങ്ങൾ സ്വതന്ത്രരാകുമ്പോൾ നിങ്ങൾ തുണി പറിച്ചെറിയണമെന്ന് പറയുന്നതും ചിന്തിക്കുന്നതും മ്ലേച്ഛമായ നടപടിയാണ്. അത് മറ്റൊരാളുടെ ടാർഗറ്റാണ്. മറ്റൊരാൾക്ക് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങളെടുത്ത് പറയുന്നതാണ്. തുണി പറിച്ചെറിയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അപ്പം കിട്ടുന്ന നാണക്കേടാണ്. അത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും. നമ്മളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ ബിക്കിനി ഇട്ടുകൊണ്ടിരുന്ന പേഷ്യൻറ്റിനെ പരിശോധിച്ചാൽ എത്ര റെസ്പെക്റ്റ് അവർക്ക് കിട്ടും. ഡ്രസ്സ് അതൊരു മാനദണ്ഡം തന്നെയാണ്. അത് പലർക്കും പല രീതിയിലാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല കോണാൻ എടുത്തുകൊണ്ട് നടക്കാൻ സ്വാതന്ത്ര്യം. ഇവിടെ കോണാൻ എടുത്തുകൊണ്ടൊരു സ്വാമിജി നടക്കുന്നുണ്ട്. അയാളെ കാണുമ്പോൾ അയാളെ കോണാൻ്റെ അകത്തുള്ള സാധനം തൊട്ട് തൊഴുകുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ബോധ നിലവാരം പോലെ ഇരിക്കും. വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ കാഴ്ചക്കാരായ ഞങ്ങൾക്കുമുണ്ട് സ്വാതന്ത്ര്യം, പറയാനുള്ള സ്വാതന്ത്ര്യം. അതേപോലെ ജനറേഷൻ ഗ്യാപ്പ് ചിരിച്ച് അവഹേളിക്കുക, അമ്മമ്മ എന്ന് പറഞ്ഞ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന ഒരു പ്രായം ചെന്ന സ്ത്രീ അവഹേളിക്കുക, ഇതൊക്കെ ശ്രീകണ്ഠൻ നായർ അനുവദിച്ചു കൊടുത്തത് മോശമായിപ്പോയി. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യത്തില്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് അഭിപ്രായമില്ലേ? അമ്മമ്മയ്ക്ക് അഭിപ്രായമില്ലേ? അതിനെക്കാട്ടിയും പൂർവ്വപിതാക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായമില്ലേ? അവരുടെ അഭിപ്രായം നിങ്ങൾ മാനിക്കണ്ടേ? അവർ വേണ്ട എന്നാണോ? കിഡ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. പുതിയ ജനറേഷൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. ഞങ്ങൾ മതി, ബാക്കി ആരും വേണ്ട. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിലോ? ഞങ്ങളുടെ കാലത്തിൽ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലോ? നിങ്ങളെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിലോ? ഉണ്ടാകുമായിരുന്നോ? കുടുംബം ഉണ്ടാകുമായിരുന്നോ? നിങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം സ്മൂത്തായി പോകണമെങ്കിൽ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ളതാണ്. ഇപ്പോഴുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഒരു സ്ഥിര പരിപാടിയാണ് തോന്നിയാസം പറച്ചിൽ, തെണ്ടിത്തരം പറച്ചിൽ. എന്നിട്ടിരുന്നു എനിക്കും ഈ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ട മിക്കവാറും വീഡിയോസ് ഒരെണ്ണം പോലും ജെന്യുവനായിട്ട് എടുത്തു വെച്ച് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. എവരിവൺ പച്ചത്തെറി വിളിച്ചിട്ടാണ് എന്നെ ഇത് ചെയ്തത്. ഞാൻ തെറി വിളിച്ചു കുറ്റമെന്ന് പറയുന്ന നിങ്ങൾ എന്നെ തെറി വിളിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പഠിപ്പിച്ചു തന്നാൽ മതി. നന്ദി.